CPI എം മുകേഷ് MLA യുടെ രാജിയാവശ്യം ഉറച്ചു നിൽക്കുകയാണ്. മുകേഷ് MLA ആയി തുടരുന്നത് മുന്നണിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന് പറയുകയാണ് CPI. രാജിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ കണ്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് സലിം മാലിക്കാണ്. സലിം മാലിക്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പല CPI നേതാക്കളും ഇതേ അഭിപ്രായം മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോഴും ഇത് CPIയുടെ ഒരു ഔദ്യോഗിക നിലപാടാകുമോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിച്ചിരുന്നു. പക്ഷേ അതാണ് CPIയുടെ ഔദ്യോഗിക നിലപാട്. ഭരണ സംവിധാനത്തിന്റെ ഭാഗമായ പാർട്ടി പറയുകയാണ് രാജി ആവശ്യമാണെന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഇത് ഏത് തരത്തിലാണ് സ്വീകരിക്കപ്പെടുക? മറ്റു വിവരങ്ങൾ. ഹാഷ്മി ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആദ്യം ഈ നിർവാഹക സമിതി യോഗം ചേരുന്നതിന് മുൻപ് CPIയുടെ നിലപാട് എന്ന നിലയിൽ തന്നെ മുകേഷിന്റെ രാജി ആവശ്യം ഉയർത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അതിനെ തള്ളുന്ന നിലപാടായിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇന്നലെ ഈ നിർവാഹക സമിതി യോഗത്തിന് ശേഷം ആ നിർവാഹക സമിതി തന്നെ ബിനോയ് വിശ്വത്തെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയെ കാണാനുള്ള ചുമതല നൽകുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടു. അതിനുശേഷം CPIയുടെ നിലപാട് മുകേഷിന്റെ രാജി ആവശ്യമാണെന്ന് അറിയിച്ചു. അത് മുകേഷ് എത്ര ദിവസം MLA ആയി തുടരുന്നു അത്രയും ദിവസം അത് മുന്നണിക്ക് ക്ഷീണമാണ് എന്നുകൂടിയാണ് CPIയുടെ നിലപാട് എന്ന് പറയുകയും ചെയ്തു. ഒരു ആരോപണ വിധേയനെ മറ്റുള്ളവർ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് സംരക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് CPIയുടെ നിലപാട്. അതല്ല ഇടതുപക്ഷ നിലപാട് എന്നുള്ളതാണ് CPI വ്യക്തമാക്കുന്നത്. അതിനിടെ നിർണായകമായ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നാണ്. അതിൽ മുകേഷിന്റെ ഭാവിയെക്കുറിച്ച് എന്തായാലും കൃത്യമായ സൂചനകൾ ഉണ്ടാവും. മുകേഷ് രാജിവെക്കണോ ഇല്ലയോ എന്നുള്ളതിലൊരു വ്യക്തമായ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാവും. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആ തീരുമാനം അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനിടെ മുകേഷ് ഇന്നലെ വരെയും വീടിന് പുറത്തിറങ്ങാതെ തിരുവനന്തപുരത്തെ കുമാരപുരത്തെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപാണ് മുകേഷ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കാറിൽ പുറത്തേക്ക് പോവുകയായിരുന്നു. അത് കൊച്ചിയിലേക്കാണോ കൊല്ലത്തേക്കാണോ എന്നാണ് ഇനി അറിയാനുള്ളത്. നമുക്ക് ലഭിക്കുന്നത് കൊച്ചിയിലേക്കാണെന്നാണ്. പക്ഷേ അത് നമുക്ക് ആ നിലയിൽ തന്നെ വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇന്നലെ മുകേഷുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആദ്യം അവർ പറഞ്ഞത് മുകേഷ് കൊച്ചിയിലുണ്ടെന്നായിരുന്നു. അപ്പോൾ മുകേഷ് ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെ കൊച്ചിയിലുണ്ടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തുണ്ടെന്ന് പറയുമ്പോൾ കൊല്ലത്തുമൊക്കെയാണ് മുകേഷിന്റെ നിലവിലെ സ്ഥിതി. അതുകൊണ്ട് മാധ്യമങ്ങളെ കാണാതെ ഒളിച്ചു കളിക്കുക കൂടി ചെയ്യുന്നതോടുകൂടി മുകേഷ് എവിടെ, അല്ലെങ്കിൽ എന്തുകൊണ്ട് മുകേഷ് അതിരാവിലെ തന്നെ ഇന്നലെ പൂർണ്ണമായും വീട്ടിൽ വിശ്രമിച്ച മുകേഷ് പുറത്തിറങ്ങി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി നിർദ്ദേശം മുകേഷിന് ആ നിലയിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും വ്യക്തത വരാനുണ്ട്. അതിനിടയിൽ ഈ സിനിമാ നയ രൂപീകരണ സമിതിയുമായി ബന്ധപ്പെട്ട് അതിൽ മുകേഷ് അംഗമായി തുടരുന്നതിൽ വലിയ വിമർശനം പാർട്ടിയും മുന്നണിയും ഇതിനോടകം തന്നെ കേൾക്കുന്നുണ്ട്. ഇന്നലെ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം മന്ത്രി സജി ചെറിയാനോട് ചോദിച്ചപ്പോൾ അങ്ങേയറ്റം വിചിത്രമായ ഒരു മറുപടിയായിരുന്നു പറഞ്ഞത്. സിനിമാ നയം രൂപീകരിക്കേണ്ടത് സർക്കാരും മന്ത്രിസഭയുമാണ്, അതല്ലാതെ ഏതെങ്കിലും നയരൂപീകരണ സമിതി അല്ല. അതതിൻ്റെ ഒരു പ്രാഥമിക രൂപം തയ്യാറാക്കാനുള്ള ഒരു സമിതി മാത്രമാണ് എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ സർക്കാർ ഉത്തരവിൽ തന്നെ സിനിമാ നയ രൂപീകരണ സമിതി എന്ന് വ്യക്തമായി എഴുതി അതിൽ മുകേഷും ബി ഉണ്ണികൃഷ്ണനും ഉൾപ്പെടെയുള്ളവരെ അംഗമാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു നമുക്ക് ലഭിച്ചത്. മാത്രമല്ല ഈ ബി ഉണ്ണികൃഷ്ണനെയും ഇതിൽ നിന്നും പുറത്താക്കണമെന്നൊരു ആവശ്യം ഉയർന്നതോടുകൂടി ഈ ഇരുവരെയും രാജിവെപ്പിക്കാതെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളതാണ് പാർട്ടി ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനായി ഈ സിനിമാ നയ രൂപീകരണ സമിതി അപ്പാടെ പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു ആലോചനയുണ്ട്. അതും ഇന്നത്തെ CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലോചിക്കും. ഈ സിനിമാ മേഖലയിലെ പുഴുക്കുത്തുക്കളെ നിയന്ത്രിക്കണം. അതിനുവേണ്ടി പ്രതിപക്ഷവുമായി കൂടിച്ചേർന്നുകൊണ്ട് അതിന് CPIഎം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ളൊരു ഏതെങ്കിലും തരത്തിലുള്ള സമിതിക്ക് സാധ്യതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കുകയും ചെയ്യുന്നത്. ഹാഷ്മി ക്രിസ്റ്റീന. ഓക്കെ, സലിം മാലിക്കാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് അതിനിർണായകമാണ്. ഇതിപ്പോൾ കേന്ദ്ര നേതൃത്വം മുകേഷ് MLAക്കെതിരെ പേരെടുത്ത് തന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ എന്തിൻ്റെ സൂചനയാണത്? ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര നേതൃത്വ നിർദ്ദേശമുണ്ടോ MLA സ്ഥാനം രാജിവെക്കാൻ? എന്ന് പറഞ്ഞാൽ നയരൂപീകരണ സമിതിയുടെ കാര്യമല്ല, MLA സ്ഥാനം രാജിവെക്കാൻ എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. ഇവിടെ SKN ഇവിടെ നിന്ന് ഒരുപാട് ചോദിക്കുന്നുണ്ടോ? SKN ഒന്നുകൊണ്ട് ചെറിയ മീറ്റിംഗ് തിരക്കിലാണ്. ലേറ്റായാലും ലേറ്റസ്റ്റാ വരും. വസന്തകുമാരി കെ പറയുന്നു, കുടുംബശ്രീ ദുരന്തബാധിതർക്ക് കൈത്താങ് 20 കോടി ശിഷ്ടം രൂപ അതിലൊരു കണികയാകാൻ സാധിച്ചു. വലിയ കാര്യമാണ്.